ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പതിപ്പായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയാദർശങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത്. കാരണം RSS വാദിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അപ്പുറത്ത് നിൽക്കുന്നു. ഇപ്പുറത്ത് ഒരു മതരാഷ്ട്രവാദത്തിന് വേണ്ടി വാദിക്കുന്ന ഐഡിയോളജി വെച്ച് പുലർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയും നിൽക്കുന്നു. ഇവർ തമ്മിൽ വലിയ അന്തരങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക ആദർശപരമായി, ആശയപരമായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ്സിന് അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ബന്ധം അവർ പുലർത്തുന്ന സമയത്ത് RSSനെ തുറന്നെതിർക്കാൻ കഴിയുക? അവരുടെ ഐഡിയോളജിയെ എങ്ങനെയാണ് അവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയുക എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ RSS, സംഘപരിവാർ അവർക്ക് വളരെ വേഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മനുഷ്യരെ അവരുടെ ആശയത്തിലേക്ക് ആകർഷിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആ തീവ്ര ഹിന്ദുത്വ ലൈനിലേക്ക് അവരെ കൊണ്ടുവരാൻ വളരെ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ അതിനുള്ള ഒരു വഴിമരുന്ന് ഇട്ടുകൊടുക്കുക എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും അപകടകരമായ വസ്തുത എന്ന് പറയുന്നത്.